ഇന്ന് നമുക്ക് ഒരു രസം ഉണ്ടാക്കിയാലോ? അതിനാവശ്യമായ സാധനങ്ങളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കടുകും ഉലുവയും കൂടി ഇട്ടൊന്ന് പൊട്ടി വരണം കേട്ടോ. പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറച്ച് തക്കാളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. നന്നായി വഴറ്റി വന്നതിന് ശേഷം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യുക. നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് നന്നായി ഇളക്കി അതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിക്കണം കേട്ടോ. നമുക്കിഷ്ടമുള്ള അനുസരിച്ചിട്ട് പുളിവെള്ളം ഒഴിക്കാം. അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചപ്പോൾ നമ്മുടെ രസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. മെയിനായിട്ടുള്ള നമ്മുടെ കായം നമ്മളിപ്പോൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. കായമില്ലാണ്ട് എന്ത് രസമല്ലേ? രസം നമുക്ക് കായത്തിലാണ് നമ്മുടെ മെയിൻ ഇരിക്കുന്നത്. രസം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആഹാ, അടിപൊളി വേണം. നല്ല ചൂട് ചോറിലേക്ക് രസവും ചാളക്കറിയും ചെമ്മിനുളത്തിയും ബീൻസും. ആഹാ.